സിമ്പിളായിട്ടൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങയ്ക്കായും തേങ്ങ അരച്ചൊരു കറിയാണേ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടേ. ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് നന്നാക്കിയെടുക്കാം. ചക്കക്കുരു നന്നാക്കാൻ എങ്ങനെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ ഒരെണ്ണം ഒരുക്കുന്നത് കാണിച്ചു തരാവേ. ഇനി നമുക്ക് വേണ്ടത്ര ആവശ്യത്തിന് നമ്മുടെ ചക്കക്കുരു എല്ലാം ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് മാങ്ങായാണേ. നമുക്ക് നല്ല പുളിയുടെ ആവശ്യത്തിന് എന്തരയാന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മാങ്ങയുടെ ഫുള്ളൊന്നും എടുക്കുന്നില്ല, പകുതിയോളം എടുക്കുന്നുള്ളേ. നമുക്ക് തൊലിയൊക്കെ പുറമേ ചെത്തി ചെറിയ ചെറിയ പീസാക്കാവേ, അങ്ങനെ മുറിച്ച് വെച്ച മാങ്ങ എല്ലാവേ. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇതൊരു മാങ്ങ ഫുള്ളിലൊരു ഹാഫോളം. അടുത്ത നമുക്കൊരു പച്ചമുളകാണ് വേണ്ടത്. ഇത് വലുതായതുകൊണ്ടാട്ടോ ഞാൻ നടുവേ പൊളക്കുന്നത്. നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളകും എടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയ്ക്കയാണ്. ഇപ്പോൾ മാങ്ങയുടെയും മുരിങ്ങയ്ക്കായുടെയും എല്ലാം ഒരു സീസണല്ലേ, അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ കാണും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ഒഴിച്ചുകറി ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്കായും കട്ട് ചെയ്ത് വെച്ചു, പച്ചമുളകും അരിഞ്ഞു, മാങ്ങായും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചക്കക്കുരു ആദ്യം വേവിക്കാൻ വെക്കാവേ. ചക്കക്കുരുവിന് നല്ല വേവുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് അതിട്ട് വേവിക്കാൻ വെക്കാവേ. ചക്കക്കുരു ചേർത്തിട്ട് അത് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഒരു നെകക്ക വെള്ളം വെച്ചിട്ട് നമുക്ക് അത് വേവിക്കാൻ വെക്കാം. നല്ലൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാവേ. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ, വെന്തോന്നൊന്ന് നോക്കണം. അപ്പോൾ നോക്കിയിട്ട് അത് വെന്തിട്ടില്ല, അന്നേരം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വരുന്ന രീതിയിലുള്ള വേവ് വേണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ മാങ്ങായും മുരിങ്ങയ്ക്കായും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇനി ചേർത്ത് കൊടുക്കാവേ. അതിനെല്ലാം ഇനി ഒരേ വേവേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചേർക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണേ. മുമ്പേ നമ്മൾ ചക്കക്കുരു വേകാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളമേ ഒഴിച്ചുള്ളായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണേ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും എരിവും ഒക്കെ നമ്മുടെ പാകത്തിന് അനുസരിച്ചാട്ടോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് അളവ് അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാട്ടോ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ വേണം. അപ്പോൾ അത് നെകക്ക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാവേ. അത് കഴിഞ്ഞ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ നോക്കണം ഇതായോന്നേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിനി ഒരു മുരിങ്ങയ്ക്ക പീസ് എടുത്ത് വെന്തോന്ന് നോക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്, എന്നാലും ഒരു കുറച്ച് സമയം കൂടെ നമുക്ക് ഇത് അടുപ്പിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ പൊടി, ജീരകം, അത് നല്ല ജീരകമാണ്, പിന്നെ 3 ചെറിയുള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പയിലിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ അരപ്പേ എടുത്തിട്ടുള്ളേ, അത്രയൊക്കെ മതിയാവും ഈ ഒരു അളവിന് വേണ്ടിയിട്ട്. ഇനി അരപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കണം കേട്ടോ, അല്ലാതെ തരങ്ങായിട്ടല്ല, നല്ല രീതിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണേ. നമുക്കത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാവേ. നമുക്ക് കുറുകിയിരിക്കണമെങ്കിൽ അതനുസരിച്ച്, അതല്ല കുറച്ച് നീണ്ടിരിക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്കതിനകത്ത് ചാറ് വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഇത് അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം. ആ അരപ്പിൻ്റെ പച്ച ചുവയെല്ലാം മാറി നന്നായിട്ട് തിളച്ച് വരണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിനാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ, പിന്നെ നമുക്ക് കളറിനോ അല്ലെങ്കിൽ എരിവിനോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി അടുത്ത് നമുക്ക് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും ഒരു 3-4 ചെറിയുള്ളിയും ഓൾമോസ്റ്റ് ഒരു 3 വറ്റൽമുളകും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് അടുത്തതായിട്ട് വറ്റൽമുളക് 2ആയിട്ട് കീറിയതും പിന്നെ നമ്മുടെ ചുമന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവേ. 1-2 ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ആഡ് ചെയ്യുന്ന ക്ലിപ്പ് ഞാൻ ഇതിൽ ചേർക്കാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് ആ തിളച്ച് വന്ന നമ്മുടെ കറിയിലേക്ക് നമ്മൾ താളിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങയ്ക്കായും കൂടെയുള്ള തേങ്ങ അരച്ച ചാറുകറി ഇവിടെ റെഡിയാവുകയും വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാവുന്ന, പണ്ടൊക്കെ ഇത് കോമണായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.